ഹലോ എവ്രിവൺ, ദിസ് ഈസ് പ്രശാന്ത് ആൻഡ് അർച്ചന. ഞങ്ങളിപ്പോൾ ഉള്ളത് ഇന്തോനേഷ്യയിലാണ്. 30 ദിവസങ്ങൾ കൊണ്ട് ഇന്തോനേഷ്യയിലെ ജാവ, സുമാത്ര എന്നീ ദ്വീപുകളിലൂടെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആൻഡ് അഡ്വഞ്ചറസ് ആയിട്ടുള്ളൊരു യാത്ര ചെയ്യുകയാണ് ഞങ്ങൾ. ഇന്തോനേഷ്യയിലെ തന്നെ ഏറ്റവും മനോഹരമായ ഒരു അഗ്നിപർവ്വതം കാണാനായിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അവിടേക്കുള്ള ട്രെയിൻ യാത്രയും പോകുന്ന വഴിക്ക് കണ്ട ഒരു ദുരിയാൻ ഫാമും അഗ്നിപർവ്വതത്തിലേക്കുള്ള ട്രെക്കിങ്ങും ഒക്കെയാണ് ഈ വീഡിയോയിലുള്ളത്. ഞങ്ങളിപ്പോൾ ഉള്ളത് ഇന്തോനേഷ്യയിലെ ഈസ്റ്റ് ജാവയിലെ ബന്യുവാങ്ങി എന്നൊരു സിറ്റിയിലാണ്. ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനാണ് ഇത്. നമുക്കിനി ഇവിടുന്ന് പോകേണ്ടത് പ്രോബോലിംഗോ എന്നൊരു ടൗണിലേക്കാണ്. ഇവിടുന്ന് ഏകദേശം 200 കിലോമീറ്റർ ദൂരെയാണ് പ്രോബോലിംഗോ. പ്രോബോലിംഗോയിൽ നിന്ന് ഒരു 50 കിലോമീറ്റർ മാറിയിട്ട് ഒരു ഫേമസ് ആയിട്ടുള്ള വോൾക്കാനോ ഉണ്ട്, ബ്രോമോ. അങ്ങോട്ട് പോകാനായിട്ടാണ് നമ്മൾ ഈ റെയിൽവേ സ്റ്റേഷനിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു 10-15 മിനിറ്റിനുള്ളിൽ നമ്മുടെ ട്രെയിൻ വരും. ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ട്രാവലോഗ എന്നൊരു ആപ്പാണ് ഞങ്ങൾ യൂസ് ചെയ്യാറ്. അപ്പോൾ കിട്ടുന്ന ഈ ടിക്കറ്റ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റേഷനിലേക്ക് കയറാൻ പറ്റും. ട്രെയിനുകളുടെ എണ്ണം ഇന്ത്യ വെച്ച് നോക്കുമ്പോൾ കുറവാണെങ്കിലും ഇന്തോനേഷ്യയിലെ റെയിൽവേ സ്റ്റേഷനുകളും ട്രെയിനുകളൊക്കെ അത്യാവശ്യം മോഡേൺ ആണ്. നമുക്ക് കറക്റ്റ് സീറ്റ് കാണിച്ചു തരാനും ലഗേജ് എടുത്ത് വയ്ക്കാൻ സഹായിക്കാനൊക്കെ ആയിട്ട് ഇവിടെ സ്റ്റാഫുകളുണ്ട്. 200 കിലോമീറ്റർ വരുന്ന ഈ യാത്രയ്ക്ക് ഞങ്ങൾക്കായ ടിക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് 300 ഇന്ത്യൻ രൂപയാണ്. ഈസ്റ്റ് ജാവയിലെ ഗ്രാമങ്ങൾ കാണാനായിട്ട് നല്ല ഭംഗിയാണ്. ഇവിടുത്തെ പ്രധാന കൃഷി നെല്ല് തന്നെയാണ്. അതുകൂടാതെ വാഴ, തെങ്ങ്, കപ്പ, റബ്ബർ അങ്ങനെ നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാ കൃഷിയും ഇവിടെ ഉണ്ട്. ലോകത്തിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ 4ാമത്തെ രാജ്യമാണ് ഇന്തോനേഷ്യ. ഏകദേശം 30 കോടിയാണ് ഇവിടുത്തെ പോപ്പുലേഷൻ വരുന്നത്. എങ്കിലും ഇവിടുത്തെ ഗ്രാമങ്ങളിലൊക്കെ ഇപ്പോഴും വീടുകൾ തീരെ കുറവാണ്. കൂടുതലും ഇതേപോലത്തെ കൃഷിസ്ഥലങ്ങളാണ്. ഞങ്ങളുടെ പ്രോബോലിംഗോ സ്റ്റേഷനിലെത്തി. ഇവിടെ നിന്ന് ഒരു 50 കിലോമീറ്റർ മാറിയിട്ടാണ് നമുക്ക് താമസിക്കാനുള്ള ഹോം സ്റ്റേ. അപ്പോൾ ആദ്യം ചെറുതായിട്ട് എന്തെങ്കിലും കഴിക്കണം. അതിനുശേഷം ഞങ്ങളൊരു സ്കൂട്ടർ ഇവിടെ ബുക്ക് ചെയ്തിട്ടുണ്ട് റെൻറ്റിന്. അപ്പോൾ അത് പോയി എടുക്കണം. ഈ ഒരു വണ്ടിയിലാണ് നമ്മൾ സ്കൂട്ടർ റെൻ്റ് എടുക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നത്. നല്ല അടിപൊളി വണ്ടിയാണ്. ഞങ്ങൾ ഇന്തോനേഷ്യ വന്നിട്ട് 3ാമത്തെ തവണയാണ് സ്കൂട്ടർ റെൻ്റ് എടുക്കുന്നത്. സ്കൂട്ടർ റെൻ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര കൺവീനിയൻ്റ് ആണ് ഇന്തോനേഷ്യ ട്രാവൽ ചെയ്യാനായിട്ട്. കാരണം ഈ ചെറിയ ലോക്കലി എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പബ്ലിക് ട്രാൻസ്പോർട്ടൊക്കെ അത്ര കോമൺ ആയിട്ട് ഇല്ല ഇവിടെ. അതേപോലെ കുറച്ച് കോസ്റ്റ്ലിയാണ്. അപ്പോൾ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ സ്കൂട്ടർ റെൻ്റ് എടുക്കുകയാണ്. ഏകദേശം ഒരു നാട്ടിലെ 500 തൊട്ട് 800 രൂപ വരെയൊക്കെയാണ് സ്കൂട്ടറിന് ഒരു ദിവസം റെൻറ്റ് വരുന്നത്. പെട്രോൾ ആണെങ്കിലും ചീപ്പാണ്. ഏകദേശം 10,000-12,000 ഇന്തോനേഷ്യൻ റുപ്യ. നാട്ടിലെ ഒരു 50-60 രൂപയൊക്കെയാണ് പെട്രോളിന് വില വരുന്നുള്ളൂ. സോ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ സ്കൂട്ടർ റെൻ്റ് എടുക്കുന്നതാണ്. പ്രോബോലിംഗോയിൽ നിന്ന് ബ്രോമോയിലേക്ക് വരുന്ന വഴിക്ക് ദുരിയാൻ ഫേമസ് ആയിട്ടുള്ളൊരു വില്ലേജ് ഉണ്ട്. ആ വില്ലേജിലെ ഒരു ഫാമിലി ഞങ്ങൾ നിർത്തിയിട്ട് ദുരിയാൻ വാങ്ങി ട്രൈ ചെയ്ത് നോക്കുകയാണ്. ഒന്ന് കഴിച്ചു നോക്കാം. ഈ പറയുന്ന അത്ര മോശം സ്മെല്ലൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ടേസ്റ്റ് നോക്കട്ടെ. എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. ടേസ്റ്റ് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. നല്ല ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫ്ലേവറാണ്, ഒരു മധുരമുള്ള ഫ്ലേവറാണ്. ഏതായാലും ഇവിടെ വരുവാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ തോടിന് നല്ല കട്ടി കേട്ടോ, ഭയങ്കര ഹാർഡാണ്. ഞാൻ ഇത്രയും ഹാർഡായിരിക്കുമെന്ന് വിചാരിച്ചില്ല. ഇതൊന്നും തലയിൽ വീണ് കഴിഞ്ഞാൽ തീർന്നു, അത്രയ്ക്ക് കട്ടിയാണ്. ഇവിടെ ലാംഗ്വേജിൻ്റെ പ്രശ്നം നല്ലപോലെ ഉണ്ട്. നമ്മൾ പറയുന്നവർക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നില്ല. ട്രാൻസ്ലേറ്റർ ആണെങ്കിലും വർക്ക് ചെയ്യുന്നില്ല, നെറ്റില്ല. ഞങ്ങളാണെങ്കിൽ ഓഫ്ലൈൻ ട്രാൻസ്ലേറ്റർ ഇതുവരെ ഡൗൺലോഡും ചെയ്തില്ല. അതുകൊണ്ട് കുറേ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. ഈ പുറകിൽ കാണുന്നതെല്ലാം വലിയ ഡുറിയാൻ്റെ മരമാണ്. ഭയങ്കര വലിയ മരമാണ്. പക്ഷെ അതിനകത്തൊന്നും കായില്ല.
ഒരു മാസം മുമ്പാണ് വന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരാഴ്ച മുമ്പാണ് വന്നെങ്കിൽ ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റിയേനെ. ഇവിടെ ഡുറിയാൻ ഉള്ള ഒരു മരം ഉണ്ടെന്നാണ് ഈ ചേച്ചി പറഞ്ഞത്. അപ്പോൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് നമ്മളെ കൊണ്ടുപോവാണ്. പോയി നോക്കാം. ഡുറിയാൻ ഉണ്ടെന്ന് പറഞ്ഞത് ശരിയായിരുന്നു, പക്ഷേ ഓക്കെ, ഇത്ര ചെറിയ ഡുറിയാനാണ് ഉള്ളത്. ഈ വർഷത്തെ സീസൺ കഴിഞ്ഞു എന്ന് തോന്നുന്നു. വലിയ മരത്തിൽ നിന്നെല്ലാം ഡുറിയാൻ പറിച്ചു. ഇനി ഈ ചെറിയ കായ് മാത്രമേ ഉള്ളൂ. ഇനി അതിപ്പോൾ അടുത്ത വർഷം ഉണ്ടാവുള്ളൂ. ഇന്ന് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന ഹോം സ്റ്റേയിലെത്തി. സെമോറോ ലവാങ് എന്നൊരു വില്ലേജിലാണ് ഈ ഹോം സ്റ്റേ ഉള്ളത്. ഇതാണ് ബ്രോമോയിലേക്ക് പോകാനുള്ള ബേസ് ക്യാമ്പായിട്ടുള്ള വില്ലേജ്. ഏകദേശം 2200 മീറ്റർ സീ ലെവലിൽ നിന്ന് 2200 മീറ്റർ ഹൈറ്റിലായിട്ടാണ് ഈ വില്ലേജ് ഉള്ളത്. ഒരു പ്രോപ്പർ ഹിൽ സ്റ്റേഷൻ പോലെയാണ് വില്ലേജ് കാണാനായിട്ട്. നമ്മുടെ ഊട്ടിയോ കൊടൈക്കനാലൊക്കെ വന്ന പോലെ തന്നെ ഇരിക്കും. നല്ല തണുപ്പാണ് ഇവിടെ. നമ്മുടെ ഹോം സ്റ്റേയിൽ നിന്ന് ഒരു 2-3 കിലോമീറ്റർ ഹൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബ്രോമോയുടെ സൺറൈസ് വ്യൂ കിട്ടുന്ന 2 പോയിന്റുകളുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ബ്രോമോയുടെ സൺറൈസ് വ്യൂ കാണണം എന്നാണ് നമ്മുടെ പ്ലാൻ നാളെ രാവിലെ. പക്ഷേ ഇപ്പോൾ നല്ല ക്ലൗഡി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണ്. ആ ഭാഗത്തൊക്കെ നല്ല ക്ലൗഡാണ്. സൺറൈസ് വ്യൂ എങ്ങനെ ഉണ്ടാവുമെന്ന് അറിഞ്ഞുകൂടാ, കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഇപ്പോൾ സമയം രാവിലെ 3:30 ഞങ്ങളൊരു ഫേമസ് ആയിട്ടുള്ള സൺറൈസ് വ്യൂ പോയിന്റിലേക്ക് പോവാണ്. സെറൂണി വ്യൂ പോയിന്റ് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ആദ്യത്തെ ഒരു 2.5 കിലോമീറ്റർ നമുക്ക് സ്കൂട്ടറിൽ പോകാൻ പറ്റും. പിന്നെ അവിടെ നിന്ന് ഹൈക്കിംഗ് ആണ്. നമ്മൾ ഈ ആദ്യം കാണുന്ന ഈ മൗണ്ടൻ അതല്ല ബ്രോമോ, അതിന്റെ പേര് മൗണ്ട് ബാട്ടോക്ക് എന്നാണ്. അതൊരു ഇന്നാക്റ്റീവ് ആയിട്ടുള്ള വോൾക്കാനോ ആണ്. അതിന്റെ ആ സൈഡിൽ കാണുന്ന ചെറിയ മൗണ്ടൻ, ആ ഫ്യൂംസ് പുക വരുന്ന ആ മൗണ്ടനാണ്, ആ വോൾക്കാനോ ആണ് ബ്രോമോ. അതിന്റെ ഏറ്റവും പുറകിലായിട്ട് നമുക്ക് കാണാൻ പറ്റും ഒരു വോൾക്കാനോ, ഏറ്റവും ദൂരത്തായിട്ട് കാണുന്ന ഏറ്റവും ഹൈറ്റ് ഉള്ള ഒരു വോൾക്കാനോ, അതും ഒരു ആക്റ്റീവ് വോൾക്കാനോ ആണ്. അതിന്റെ പേര് മൗണ്ട് സെമേറോ എന്നാണ്. ഇത് മൂന്നും കൂടെ ചേർന്നിട്ടുള്ള വ്യൂ, ഇത് ഇന്തോനേഷ്യയിലെ ഏറ്റവും ബെസ്റ്റ് സൺറൈസ് ടൈം വ്യൂ ആണ്. ഒരു രക്ഷയില്ല കാണാനായിട്ട്. ഈ ബ്രോമോയുടെ താഴെയായിട്ട് ഈ കാണുന്ന ഈ വലിയ പ്ലെയിൻ ഏരിയ ഇല്ലേ, അത് മുഴുവൻ പല സമയത്തായിട്ട് ഈ വോൾക്കാനോകളുടെ എറപ്ഷൻ വഴി അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചിട്ട് ലാവ ഒഴുകി ഉണ്ടായതാണ്. ഈ മുഴുവൻ ഈ പ്ലെയിൻ ആയിട്ടുള്ള ഏരിയ ഫുള്ള് അങ്ങനെ ഉണ്ടായതാണ്. ആ പ്ലെയിനിലൂടെ നടന്ന് വേണം നമുക്ക് ബ്രോമോയുടെ താഴെ എത്താൻ. എന്നിട്ട് ചെറിയൊരു ട്രെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ക്രേറ്ററിൻ്റെ അവിടെ എത്തി നമുക്ക് ബ്രോമോയിലെ ആ ക്രേറ്റർ കാണാൻ സാധിക്കും. പക്ഷെ നമുക്ക് ഇന്ന് അവിടെ പോകാൻ പറ്റുമെന്ന് അറിയില്ല. കാരണം ഇന്ന് ഈ വില്ലേജിലെ ടെങ്കർ ട്രൈബ് എന്ന് പറയുന്ന ട്രൈബിൻ്റെ ഒരു ഫെസ്റ്റിവൽ നടക്കുകയാണ്. ടെങ്കർ ട്രൈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടിലെ ഒരു ഹിന്ദു മൈനോറിറ്റി ആയിട്ടുള്ള ഒരു ട്രൈബാണ്. അവരുടെ ഫെസ്റ്റിവലാണ് കസാഡ ഫെസ്റ്റിവൽ. ഇന്നാണ് കസാഡ ഫെസ്റ്റിവലിൻ്റെ ഡേറ്റ്. അപ്പോൾ ഈ കസാഡ ഫെസ്റ്റിവൽ നടക്കുന്ന കാരണം ടൂറിസ്റ്റുകളെ ശരിക്കും ഒഫീഷ്യലി അങ്ങോട്ട് അലോ ചെയ്യില്ല. അതുകൊണ്ട് നമുക്കവിടെ പോകാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ കൃത്യമായിട്ട് അറിയില്ല. ഈ കസാഡ ഫെസ്റ്റിവലിന് പുറകിൽ ഒരു ഐതിഹ്യമുണ്ട്. ഈ ടെങ്കർ ട്രൈബിന് ഒരു രാജാവ് ഉണ്ടായിരുന്നു പണ്ട്. ആ രാജാവിന് കുട്ടികളുണ്ടായിരുന്നില്ല. അപ്പോൾ കുട്ടികളുണ്ടാകാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഇവിടെ വന്ന് ഈ മൗണ്ട് ബ്രോമോയോട് പ്രാർത്ഥിച്ചു. ഈ മൗണ്ട് ബ്രോമോ നമ്മുടെ ഹിന്ദു ദൈവമായിട്ടുള്ള ബ്രഹ്മാവ് ആണെന്നാണ് ഇവരുടെ വിശ്വാസം. ആ പേരിൽ നിന്നാണ് ബ്രോമോ എന്നുള്ള പേര് വന്നത്. അപ്പോൾ ഈ ബ്രോമോയോട് പ്രാർത്ഥിച്ചു. അപ്പോൾ അവർക്ക് കുട്ടികളെ കിട്ടി. അപ്പോൾ അതിന് പകരമായിട്ട് ബ്രോമോ ആവശ്യപ്പെട്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഏതെങ്കിലും ഒരു കുട്ടിയെ ഈ മൗണ്ടന് സാക്രിഫൈസ് ചെയ്യണം എന്നായിരുന്നു, ആ ക്രാറ്ററിലേക്ക് സാക്രിഫൈസ് ചെയ്യണം എന്നായിരുന്നു പറഞ്ഞത്. അപ്പോൾ ഇവർക്ക് 35 കുട്ടികളുണ്ടായി എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ കുട്ടികളുണ്ടായി കഴിഞ്ഞപ്പോൾ ആർക്കും ആ കുട്ടികളെ സാക്രിഫൈസ് ചെയ്യാനുള്ള മനസ്സ് വരില്ലല്ലോ. അപ്പോൾ ഇവരേതായാലും രാജാവ് സാക്രിഫൈസ് ചെയ്തില്ല. അപ്പോൾ അത് കാരണം ഈ മൗണ്ടൻ കോപിച്ചിട്ട് കണ്ടിന്യൂസ് ആയിട്ട് അഗ്നിപർവ്വത സ്ഫോടനങ്ങളുണ്ടായി ഈ നാട് നശിക്കാൻ തുടങ്ങിയെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതിന് പരിഹാരമായിട്ട് ഇവരുടെ ഏറ്റവും ഇളയ പുത്രൻ, രാജാവിൻ്റെ ഏറ്റവും ഇളയ പുത്രൻ, ഭയങ്കര ധൈര്യശാലിയായിരുന്നു ആ കുട്ടി. അപ്പോൾ സ്വയം സാക്രിഫൈസ് ചെയ്തു. അതോടെയാണ് ഈ വോൾക്കാനോയുടെ എറപ്ഷൻ നിന്നത്, അഗ്നിപർവ്വത സ്ഫോടനം നിന്നതെന്നാണ് ഇവരുടെ വിശ്വാസം. അപ്പോൾ അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ കസാഡ ഫെസ്റ്റിവലിൻ്റെ ദിവസം ഇവർ ഈ നാട്ടുകാർ ടെങ്കൽ ട്രൈബിലുള്ള ആൾക്കാരെല്ലാം ആ മൗണ്ടനിൽ കയറിയിട്ട് അവർ ഓരോരോ വസ്തുക്കൾ ആ ക്രേറ്ററിലേക്ക് സാക്രിഫൈസ് ചെയ്യും. അപ്പോൾ ഈ നാട്ടുകാർ ഈ കസാഡ ഫെസ്റ്റിവലിൻ്റെ സമയത്ത് പലതരത്തിലുള്ള സാധനങ്ങൾ ഇവിടെ സാക്രിഫൈസ് ചെയ്യും. ചിലർ മുട്ട, കോഴി, കേക്ക്, അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള എന്താണോ അതിവിടെ സാക്രിഫൈസ് ചെയ്യും. സോ ഫെസ്റ്റിവലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്കിപ്പോൾ അവിടെ പോകാനായിട്ട് ഒഫീഷ്യലായിട്ട് അനുമതി ഇല്ലാത്തത്. എന്നാലും നമുക്ക് തീർച്ചയായിട്ടും താഴെ ഒന്ന് പോയി നോക്കാം. അവർ അലോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നടന്നു പോകാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ പ്ലാൻ.
സോ ഇവിടെ ഒരു വഴി കാണുന്നുണ്ട്, കാടിനിടയിൽ കൂടെ ഒരു ചെറിയ വഴിയുണ്ട്, വേറെ ആരും ഇല്ല. അപ്പോൾ നമുക്ക് ഇതിലൂടെ പോയാൽ താഴെ എത്താമെന്ന് തോന്നുന്നു. ആരെങ്കിലും തടയുമോ എന്നുള്ള കാര്യം അറിഞ്ഞുകൂടാ. തടയുവാണെങ്കിൽ തിരിച്ചു വരണം, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പോവാം. ഞങ്ങളിപ്പോൾ ഇറങ്ങി വരുന്ന വഴിക്ക് ഒരു ഫോറിനർ ലേഡിയെ കണ്ടു. അവർ വോൾക്കാനോ ക്രേറ്ററിൻ്റെ അവിടെ പോയിട്ട് തിരിച്ചു വരുവാണ്. കയറാൻ കുഴപ്പമില്ല എന്നാണ് അവർ പറഞ്ഞത്. ഫെസ്റ്റിവൽ ഇന്നലെ അവസാനിച്ചു, ഇന്നിപ്പോൾ ക്ലീനിങ് ഡേ ആണ്. അതുകൊണ്ട് നടന്നു പോകുന്ന ആൾക്കാർക്ക് കുഴപ്പമില്ല. അത് കേട്ടപ്പോൾ ആശ്വാസമായി. ഏതായാലും പോയി നോക്കാം. ഈ കിടക്കുന്നത് മുഴുവൻ വോൾക്കാനോ സാൻഡാണ്. അതായത് ഒരു സമയത്ത് അഗ്നിപർവ്വതം പൊട്ടിയിട്ട് വന്ന ലാവ, അത് ഇന്നുണ്ടായ മണലാണ് ഇത് മുഴുവൻ. എന്തൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമല്ലേ? സത്യം, ശരിക്കും പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഇവിടെ നിൽക്കുകയാണെന്നുള്ള കാര്യം. ഒരു 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 അത്ഭുതത്തിൽ ഇങ്ങനെ നിൽക്കണ പോലെ തോന്നുക, അങ്ങനെ ഒരു ഫീല്. ശരിക്കും ഫെസ്റ്റിവൽ നടക്കുന്നതുകൊണ്ടാണ് ഈ സ്ഥലം നമുക്ക് ഇതേപോലെ എന്താ പറയുക, ആരും തിരക്കൊന്നും ഇല്ലാണ്ട് കിട്ടിയത്. ഇല്ലാന്നുണ്ടെങ്കിൽ ആയിരക്കണക്കിന് ടൂറിസ്റ്റുകൾ ദിവസവും വരുന്ന സ്ഥലമാണ്. ഇവിടെ മുഴുവൻ എന്താണ് ഈ ജീപ്പ് സഫാരിക്കാരും അതേപോലെ ഓഫ് റോഡ് ബൈക്കുകളും എല്ലാം ആയിട്ട് ഫുൾ ബഹളമായിരിക്കും സാധാരണ രീതിയിൽ. ഇന്ന് നമുക്ക് എന്താണ് ഇത് കൈൻഡ് ഓഫ് ഒരു പ്രൈവറ്റ് ടൂർ പോലെ കിട്ടി. ഈ സ്ഥലം മുഴുവൻ നമുക്ക് മാത്രം എന്നുള്ള രീതിയിൽ കിട്ടി. അത് ഭയങ്കര ഒരിക്കലും ലഭിക്കില്ലാത്തൊരു അവസരമാണത്. നമ്മൾ ശരിക്കും ലക്കിയാന്ന് വേണം പറയാൻ. ഞങ്ങളിതുവരെ വന്നിട്ടുള്ളത് വെച്ചിട്ട് ഏറ്റവും സർറിയൽ എന്ന് തോന്നുന്ന രീതിയിൽ, അതായത് ഔട്ട് ഓഫ് ദിസ് വേൾഡ് എന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു ലാൻഡ്സ്കേപ്പ് എന്ന് പറഞ്ഞാൽ അതിവിടെയാണ്. ഈ ബ്രോമോയുടെ ഈ ഒരു പ്ലെയിനാണ്. അത് ഈ ടൂറിസ്റ്റുകൾ ഇല്ലാത്തതുകൊണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഭയങ്കര ഒരു സ്പെഷ്യൽ പ്ലേസ് പോലെയാണ് നമുക്ക് തോന്നുന്നത്. വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ളൊരു ലാൻഡ്സ്കേപ്പ്, അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആണ്. വീഡിയോയിൽ അതുപോലെ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. ശരിക്കും ഇത് വന്നില്ലായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര മിസ്സായേനെ. എനിക്ക് ചെറിയ മടിയായിരുന്നു ഈ ഫെസ്റ്റിവൽ നടക്കുന്നതുകൊണ്ട്. അർച്ചന നിർബന്ധിച്ചിട്ടാണ് വന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര മിസ്സായേനെ. നമ്മുടെ ബാക്കിലായിട്ട് നമുക്ക് മൗണ്ട് ബാത്തോക്ക് കാണാം. തൊട്ടടുത്താണ് നമ്മൾ നിൽക്കുന്നത്. അതൊരു എക്സ്റ്റിങ്ക്റ്റ് വോൾക്കാനാണ്. അതായത് വർഷങ്ങളായിട്ട്, ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ഇത് എറപ്റ്റ് ചെയ്തിട്ടില്ല. പൊട്ടിത്തെറിച്ചിട്ട് ഒരുപാട് വർഷങ്ങളായി. ആർക്കും അറിയ പോലുമില്ല എന്നാണ് അത് എറപ്റ്റായെന്ന്. അത്രയ്ക്ക് പണ്ടാണ് എറപ്റ്റ് ആയത്. ഈ സൈഡിലായിട്ട് നമുക്ക് കാണുന്നതാണ്, ഈ ബ്രൗൺ കളറിൽ കാണുന്നതാണ് മൗണ്ട് ബ്രോമോ. അതൊരു ആക്റ്റീവ് വോൾക്കാനമാണ്. അവിടെയാണ് നമ്മൾ കയറുന്നത്. അതായത് ഏത് സമയത്ത് വേണമെങ്കിലും പൊട്ടിത്തെറിക്കാവുന്ന ഒരു വോൾക്കാനമാണ് മൗണ്ട് ബ്രോമോ. 2019 ഇതിൻ്റെ ലാസ്റ്റ് എറപ്ഷൻ ഉണ്ടായത്. പക്ഷെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എറപ്ഷന് തൊട്ട് മുമ്പ് നമുക്ക് ഏതായാലും വാർണിംഗ് കിട്ടും. അപ്പോൾ ആ സമയത്ത് ഇവരിത് ക്ലോസ് ചെയ്യും കംപ്ലീറ്റ്ലി. കസാഡ ഫെസ്റ്റിവൽ കഴിഞ്ഞിട്ട് ബ്രോമോ വോൾക്കാനോയുടെ ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ആൾക്കാരാണ് ഇങ്ങനെ ബൈക്കിൽ ഇടയ്ക്കിടയ്ക്ക് പോകുന്നത്. ഒരു പ്രത്യേക തരത്തിലുള്ള മണ്ണാണ് ഈ ഭാഗത്തുള്ളത്. വോൾക്കാനോയിൽ നിന്ന് ലാവ വരുന്ന വഴിയാണിത്. അപ്പോൾ ഇവിടുത്തെ മണ്ണ് മുഴുവൻ ഇങ്ങനെ ലാവ തണുത്ത് ഉറഞ്ഞുണ്ടായതാണ്. തൊട്ടാൽ പൊടിഞ്ഞു പോകുന്ന ചാരം പോലെയുള്ള ഒരുതരം മണ്ണാണിത്. ഈ കാണുന്ന സ്റ്റെപ്പുകളോടെ കയറി കഴിഞ്ഞാൽ നമ്മൾ ബ്രോമോ ക്രേറ്ററിൻ്റെ ഏറ്റവും ടോപ്പിലെത്തും. ഒരു ആക്റ്റീവ് വോൾക്കാനോയുടെ മുകളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ കാണുന്നതാണ് അഗ്നിപർവ്വതത്തിൻ്റെ ആ ലാവ പൊട്ടിത്തെറിച്ച് വരുന്ന ആ വഴി. താഴെ നോക്കി നമുക്ക് പുക കാണാൻ പറ്റും. അതേപോലെ ആ കാണുന്ന മഞ്ഞ നിറത്തിൽ കാണുന്ന എല്ലാം സൾഫറാണ്. ഇന്തോനേഷ്യയിൽ തന്നെ ഏറ്റവും ഭംഗിയുള്ള അഗ്നിപർവ്വതങ്ങളിൽ ഒന്നാണ് ബ്രോമോ. അതേപോലെ തന്നെ അത്ര ബുദ്ധിമുട്ട് കൂടാതെ തന്നെ നമുക്ക് ബ്രോമോയുടെ മുകളിൽ വരെ എത്തുവാനും സാധിക്കും. ഇവിടെ നിന്നുകൊണ്ട് ഈ വോൾക്കാനോയുടെ ക്രേറ്ററിലേക്ക് നോക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീലിംഗ് എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ളൊരു എക്സ്പീരിയൻസ് ആണ്.
ഞങ്ങൾ പോയിട്ടുള്ളതിൽ വെച്ച് ഞങ്ങളെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ സ്ഥലങ്ങളിൽ ഒന്നാണ് ബ്രോമോ. ഈസ്റ്റ് ജാവയിൽ വരുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വരണം. ബാലിയിൽ വരുന്ന ആൾക്കാർക്ക് ഒരു 3-4 ദിവസം എക്സ്ട്രാ എടുത്തു കഴിഞ്ഞാൽ ഈസ്റ്റ് ജാവയിലെ ബ്രോമോയും ഇജിനും എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു പാക്കേജ് പോലെ വിസിറ്റ് ചെയ്യാൻ പറ്റും. കൂടുതൽ ഡീറ്റെയിൽസ് അറിയണം എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ മെസ്സേജ് ചെയ്താൽ മതി. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇന്തോനേഷ്യയിലെ കൂടുതൽ കാഴ്ചകളുമായിട്ട് കാണാം.